നമ്മൾ മനുഷ്യർക്ക് ഡിപ്രഷൻ എന്നുള്ളൊരു വേർഡ് എങ്ങനെ തരണം ചെയ്യണമെന്ന് പല ആൾക്കാർക്കും അറിയില്ല. അവരിലേക്കാണ് കേട്ടോ ഈ വീഡിയോ. ഞാൻ ജസ്റ്റ് ഫോർവേഡ് ചെയ്യുക, അങ്ങനെയുള്ള ആളെ അറിയുമെങ്കിൽ അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. നമ്മളുടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മൾ ഒരു കാലിടറുക, അല്ലെങ്കിൽ നമ്മൾ വീണു പോകുക, ഇതാണ് നമുക്ക് സംഭവിക്കുക. അത് ശാരീരികമായിട്ടല്ല, മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുന്നു. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ, കാരണം സൈക്കോളജിപരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കരഞ്ഞു തീർക്കാം. ആദ്യം തന്നെ എവിടെയാണോ നമുക്കുള്ള പ്രൈവസി പ്ലേസ് കിട്ടുന്നത്, ആ പ്രൈവസി പ്ലേസ് പോയിട്ട് നന്നായിട്ടൊന്ന് കരയാം. നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നോക്കി കരയെന്ന് പറയില്ലേ, കണ്ണാടിക്ക് മുമ്പിൽ പോയിട്ട് കരഞ്ഞു തീർക്കുക. ശേഷം ആ കണ്ണിനോട് തന്നെ ചോദിക്കുക, ഞാൻ എന്തിനാ ഇപ്പോൾ കരഞ്ഞത്, എനിക്ക് എന്താ പ്രശ്നം, ഞാൻ ഇന്ന് വരെ ജീവിച്ചില്ലേ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സിനെ റീക്രിയേറ്റ് ചെയ്യും. അഥവാ ഞാൻ കരഞ്ഞ കാരണം ഇന്നതാണ്. അപ്പോൾ ആ കാരണത്തിൻ്റെ സൊല്യൂഷന് കണ്ടെത്തുക. ഇതാണ് സൊല്യൂഷൻ, ഞാൻ ഇന്ന പ്രശ്നം, ഇന്ന പ്രോബ്ലം, ഇവിടെയാണ് സൊല്യൂഷൻ എനിക്ക് കണ്ടെത്തുക എന്നുള്ള രീതിയിൽ ആ സൊല്യൂഷൻ നമ്മൾ സ്വയം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ സൊല്യൂഷൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട സഹായങ്ങൾ തേടാം. ഒരുപക്ഷെ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപക്ഷെ കൗൺസിലിംഗ് ആവശ്യം വരും, കൗൺസിലിംഗ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെ കാണുക. അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തിനോട് ചിലപ്പോൾ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സൊല്യൂഷനോ കാര്യങ്ങളോ വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഓപ്ഷനിൽ കൊണ്ടുവന്നിട്ട് തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇത് ഓർത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സമയം പഴക്കരുത്. നമുക്ക് എപ്പോഴും വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഡിപ്രഷൻ ആയിക്കഴിഞ്ഞാൽ 1 ദിവസം 2 ദിവസം 3 ദിവസം 4 ദിവസം ഇങ്ങനെ അതൊരു മന്താവുന്നു. ആ മന്ത് പിന്നീട് അത് ഒരു വലിയൊരു എന്താ പറയുക, നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ബാഡ് ഹോർമോണാണ്. അപ്പോൾ ഈ ബാഡ് ഹോർമോണിൻ്റെ പുറത്ത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടും കൂടുതൽ വന്നിട്ട് നമ്മൾ വേറൊരു കിടക്കപ്പായിലേക്കോ അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ഒരു രീതിയിലേക്കോ മാറുകയും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടോട്ടൽ ലോസ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് പോകാതെ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത് തന്നെ ആയിട്ട് ചെയ്യും. ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും ജോലിയിലേക്ക് ഏർപ്പെടുക. ഇതൊരു സൊല്യൂഷനായിട്ട് കാണുക. അതിനുള്ള ഒരു മെത്തേഡാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, എന്താണ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാലുള്ള ഉപകാരങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു ഫ്രണ്ട്സിനെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താങ്ക് യു.